വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട 12 ലെറ്റേഴ്സിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ഇപ്പോൾ കാണിക്കുന്നത് 1991 ആണ്. ഹൈത്താങ് ബുക്ക് സ്റ്റോറിൽ ഇരിക്കുകയാണ്. ബുക്ക് സ്റ്റോറിന് പുറത്തൊരു നോട്ടീസ് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്യൂച്ചർ സെൽഫിന് ഒരു ലെറ്റർ എഴുതാം, അതുകൊണ്ട് തന്നെ സ്റ്റേഷനറി ഐറ്റംസിനൊക്കെ 20% ഓഫുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കണ്ടിട്ട് ഒരു പെൺകുട്ടി ഹൈത്താങ്ങിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, ലെറ്റർ എഴുതുമ്പോൾ എന്തെങ്കിലും ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന്. അവൾ പറയും ഇല്ല, അത് ഫ്രീ ആണെന്ന്. പോസ്റ്റ് കാർഡ് ഇവിടെ നിന്ന് വാങ്ങാമോ എന്ന് ചോദിക്കുമ്പോൾ ഹൈത്താങ് പറയും അതും വാങ്ങാമെന്ന് പറയും. അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. അന്ന് ഒന്നാമത്തെ എപ്പിസോഡിൽ കണ്ടപ്പോൾ നമ്മൾ ഹൈത്താങ് ഒരു ലെറ്റർ എഴുതി മെയിൽ ബോക്സിൽ കൊണ്ടിടുന്ന കണ്ടിരുന്നു. ആ ലെറ്ററിനെ കുറിച്ച് അവൾക്ക് ഓർമ്മ വന്ന് അങ്ങനെ ലെറ്റർ ബോക്സ് തുറന്ന് നോക്കുകയാണ്. അവൾ നോക്കുമ്പോൾ അവളുടെ ലെറ്റർ മാത്രം കാണുന്നില്ല, ബാക്കി എല്ലാവരുടെയും ലെറ്റേഴ്സ് അവിടെയുണ്ട്. അവളങ്ങനെ അത് മുഴുവൻ അരിച്ച് പെറുക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ബഡീസ് ബില്ലിയാർഡ്സ് ആണ്, നമ്മുടെ ചായയുടെ സ്ഥലം. അവിടേക്ക് മറ്റേ ബാവോയും കൂട്ടരും വന്നിട്ടുണ്ട്. അന്ന് റാറ്റ് ആ കാല് വയ്യാത്ത പെൺകുട്ടി അവന്മാരെല്ലാവരും കൂടെ ഗ്യാങ്ങായിട്ട് മിമിക്ക് ചെയ്ത് കളിയാക്കിയപ്പോൾ ഇവൻ ചോദ്യം ചെയ്തിരുന്നല്ലോ, അങ്ങനെ അടിയുണ്ടായല്ലോ. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ബാവോയും കൂട്ടരും വന്നിരിക്കുന്നത്. ചായയ്ക്ക് കാര്യം മനസ്സിലായപ്പോൾ അവൻ റാറ്റിനോട് പറയുന്നുണ്ട് ബാവോ എടുത്ത് അപ്പോളജൈസ് ചെയ്യുക. അപ്പോൾ ബാവോ പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അയാളുടെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവരെയൊക്കെ അടിക്കുകയാണ്. ചെറിയ പിള്ളേരുടെ നിന്ന് തല്ലും വാങ്ങി വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അയാൾ അവരെ എല്ലാവരെയും അടിച്ചിട്ട് ചായയോട് വന്ന് പറയാണ്, എൻ്റെ ആൾക്കാരെ ഞാൻ ഡിസിപ്ലിൻ ചെയ്തിട്ടുണ്ട്, ഇനി നീ നിൻ്റെ ആൾക്കാരെ ഡിസിപ്ലിൻ ചെയ്യണ്ടേ. ചായയ്ക്ക് ബാവോയുടെ സ്വഭാവം നന്നായിട്ട് തന്നെ അറിയാം. അയാളെങ്ങാനും ഇവന്മാരുടെ ദേഹത്ത് കൈവയ്ക്കുകയാണെങ്കിൽ അവന്മാരെ തീർന്നു. അതുകൊണ്ട് തന്നെ അവരെ അടിക്കുകയാണ്. തങ് യേഷൻ ചായയുടെ പ്ലേസിലെ നമ്പർ ഹൈത്താങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അവളെ തന്നെ അവിടുത്തെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല. എടുക്കാത്തതല്ല, മറ്റേ അവന്മാർ വന്ന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയമാണ് ബുക്ക് സ്റ്റോറിലെ ഓണർ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവൾ അയാളോട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു ലെറ്റർ എഴുതി മെയിൽ ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ബോസ് എങ്ങാനും ആ ലെറ്റർ എടുത്തോ? അപ്പോൾ ബോസ് പറയും ഇല്ലല്ലോ, മെയിൽ ബോക്സും ആ ലെറ്ററിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ നിന്നെ അല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, പോരാത്തതിന് അതിൻ്റെ കീയും നിൻ്റെ കയ്യിലല്ലേ ഉള്ളത്. അവൾ സ്റ്റോറിലെ പണി കഴിഞ്ഞ് വീണ്ടും പോയി അവനെ ഒന്ന് വിളിച്ചു നോക്കുകയാണ്. പക്ഷേ ഫോൺ ആരും എടുക്കുന്നില്ല. ആ സമയം അവളുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരും. ടേബിളിൽ ഒരു കടലാസ് ഇരിക്കുന്നുണ്ട്, അതിൽ തങ് യേഷൻ എന്നും പറഞ്ഞ് പേര് എഴുതിയിട്ട് മൊബൈൽ നമ്പറുണ്ട്. മൊബൈൽ നമ്പറല്ല, ലാൻഡ് നമ്പർ. നീ അവനെയാണോ വിളിക്കുന്നത്, വാ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് അച്ഛൻ അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇവിടെ നന്നായിട്ട് അവർക്ക് അടിയും ഇടിയൊക്കെ കൊടുത്തു. പക്ഷേ ബാവു അവിടെ നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അയാൾക്ക് വേറെ ഐഡിയാസ് ഉണ്ട് മനസ്സിൽ. അയാൾ പറയും ഓക്കെ, നിൻ്റെ അഫയേഴ്സ് കഴിഞ്ഞു, ഇനി ഞാൻ എൻ്റെ അഫയേഴ്സ് തുടങ്ങാം. അന്ന് അടിയുണ്ടായപ്പോൾ എൻ്റെ ആൾക്കാരിൽ ഒരാളുടെ കാലിനടി പറ്റി. അയാളൊരു സ്റ്റീൽ പൈപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ട് പറയുകയാണ്, ഇവന്മാരുടെ രണ്ടുപേരുടെയും കാലിന്ന് ഞാൻ അടിച്ചു പൊട്ടിക്കും. എന്താ ഫെയർ അല്ലേ എന്ന് ബാവു പറയുകയാണ്. അയാൾ ആ പൈപ്പ് താഴെ ഇടും. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ വേണോ? ബാവു പറയും നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ എൻ്റെ പയ്യന്മാരെ ഇറക്കാം. അയാൾ കൈ കാണിക്കുമ്പോൾ അതിലൊരാൾ നടന്നു വരുന്നുണ്ട്. അവൻ വരുന്നത് കാണുമ്പോൾ ആ പൈപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് റാറ്റിൻ്റെയും തങ് യേഷൻ്റെയും മുഖത്തേക്ക് നോക്കും. എന്നിട്ട് ബാവോട് പറയുന്നുണ്ട് 10,000 യുവാൻ അവരെ വിട്ടേക്ക്. ഈ പ്ലേസ് ഉണ്ടല്ലോ ബഡീസ് ബില്ലിയാർഡ്സ്, ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിന് തന്നെ ഈ ബാവോയുടെയും അവരുടെ ആൾക്കാർക്കും പൈസ കൊടുക്കുന്നുണ്ട്. 10,000 യുവാൻ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ബാവോ പറയും നീ എൻ്റെ ആളല്ലേ, 20% ഓഫ്, 8,000 യുവാൻ. എന്നിട്ട് അയാൾ കരാർ സൈൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇവിടെ വീട്ടിലെ ഹൈത്താങ് അവളുടെ അച്ഛൻ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഗ്രാൻഡ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ മുട്ടുകുത്താനായിട്ട് പറയുകയാണ്. എന്നിട്ട് ഇയാളങ്ങ് അഭിനയിച്ച് കരയുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, അമ്മേ ഞാൻ കല്യാണം കഴിച്ച പെണ്ണാണെങ്കിൽ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇപ്പോൾ എൻ്റെ മോളാണെങ്കിലും ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അവൾ ഏതോ ഒരു തെണ്ടിച്ചക്കൻ പറയുന്നതും കേട്ട് കത്തിയെടുത്ത് എൻ്റെ നേരെ കുത്താനായിട്ട് വന്നു. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവളെ പഠിപ്പിക്കുന്നുണ്ട്. അവളുടെ അമ്മയുടെ കടം വീട്ടി അമ്മേനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കിടന്നപ്പോൾ നോക്കി. എന്നിട്ട് ഫോട്ടോയുടെ മുന്നിൽ അയാൾ തൊഴുത് പറയാണ്, ഇപ്രാവശ്യം അമ്മ എന്നെ സഹായിച്ചേ പറ്റുള്ളൂ, ഈ വീട് എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഹൈത്താങ് ഇയാളെ നോക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ കടം വാങ്ങിച്ച പേരില്ല ഇപ്പോൾ എൻ്റെ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് ഫോഴ്സ് ചെയ്യുകയാണ്. അമ്മ ആശുപത്രിയിൽ കിടന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് കടം വാങ്ങിയതാണ് ഞാൻ പൈസ ഹോസ്പിറ്റൽ ബിൽസ് അടയ്ക്കാനായിട്ട്. അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി, വീട് വിൽക്കാനുള്ള പരിപാടിയാണെന്ന്. ഗ്രാൻഡ്മയുടെ ആഷസ് മറ്റേ കുടത്തിൽ വെച്ചിട്ടുണ്ടല്ലോ, അത് ഇയാൾ ചെന്ന് തൊട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. അവൾ ആ കുടം എടുത്ത് മാറുകയാണ്. എന്നിട്ട് പറയും എൻ്റെ ഗ്രാൻഡ്മയെ തൊട്ടു പോകരുത്. മാറുന്നതിനിടയ്ക്ക് അവളുടെ അച്ഛനെ പിടിച്ചൊരു തള്ളും. അയാൾ ചെന്ന് വീഴുന്നത് ഗ്രാൻഡ്മയുടെ ഫോട്ടോ വെച്ചിരുന്ന ഫ്രെയിമിൻ്റെ പുറത്തോട്ടാണ്. അപ്പോൾ അതിലെ ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോവും. നീ ഇത് പൊട്ടിച്ചോന്നും പറഞ്ഞ് അയാൾ വന്ന് അവൾക്കിട്ടൊരു അടി കൊടുക്കുകയാണ്. അതേസമയം ഇവിടെ ബഡീസിൽ ബാവു എല്ലാം സോൾവ് ആയി എന്നുള്ള രീതിയിൽ അവിടെ അവന്മാർക്ക് അടിയും കൊടുത്ത് അവരുടെ നിന്ന് പൈസയും വാങ്ങിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ കുറേ അധികം ആൾക്കാർ വീണ്ടും വരുന്നുണ്ട്.
അപ്പോൾ ബാവു ചായയോട് പറയുന്നുണ്ട്, ഇനിയല്ലേ തുടങ്ങുന്നത്, ഈ ചായക്കപ്പോൾ കാര്യം മനസ്സിലാവും, ഇയാൾ വീണ്ടും ആളെ വെട്ടി തല്ലിക്കാനുള്ള പരിപാടിയാണ്. അവൻ പെട്ടെന്ന് അതിൻ്റെ ഗേറ്റ് അടയ്ക്കാനായിട്ട് നോക്കുമ്പോൾ അവന്മാരെല്ലാവരും കൂടെ വന്നത് തുറന്നകത്തേക്ക് കയറുന്നുണ്ട്. ഇവിടെ അച്ഛനാണെങ്കിൽ അവളെ എടുത്തിട്ട് പൊതിരെ തല്ലുന്നുണ്ട്. നീ കുറേ തെണ്ടി പയ്യന്മാരോട് ചേർന്നിട്ട് എനിക്കെതിരെ തിരിഞ്ഞാലുണ്ടല്ലോ വെച്ചേക്കില്ല ഞാൻ. പിന്നെ എൻ്റെ അമ്മയുടെ ഈ വീടും സ്ഥലവും അത് എനിക്കുള്ളതാണ്. അവിടെ ബഡീസ് ബില്ലിയാർഡ്സിൽ കുറേ അവന്മാരെല്ലാം വന്ന് അതെല്ലാം അടിച്ച് പൊളിച്ച് തകർത്തിട്ട് പോകും. അതിൻ്റെ മുകളിലെ നിലയിലാണ് മറ്റേ കാല് വയ്യാത്ത പെൺകുട്ടിയും സിനിമ കാണിക്കുന്ന സ്ഥലമൊക്കെ ഉള്ളത്. അവിടേക്ക് ഒരുത്തൻ കയറി വരും. അപ്പോൾ അവളങ്ങ് പേടിച്ചു പോയി കരയുകയാണ്. പക്ഷേ അവൻ വന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചിപ്സ് അത് തിന്നാനായിട്ടാണ് വരുന്നത്. ഒരു തീറ്റിപ്രാന്തനാണ് അവൻ അതും എടുത്തിട്ട് പോകും. അതേസമയം ഇവിടെ ഹൈത്താങ് അവളുടെ വീട്ടിലാണെങ്കിൽ അച്ഛനെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടിട്ട് ഇറങ്ങിപ്പോവും. ഇവള് പാവം വിഷമിച്ചിരിക്കുകയാണ്. ഗ്രാൻഡ്മയുടെ ഫോട്ടോ ഫ്രെയിമിലെ കണ്ണാടിയും പൊട്ടി. അവൾക്ക് എന്ത് ചെയ്യും, ആരുമില്ല. ഇങ്ങനത്തെ ഒരു ജീവിതസ്ഥിതി ആയിപ്പോയല്ലോ എന്നാലോചിച്ച് അവൾ കരയാണ്. ഇവിടെ ചായയുടെ പ്ലേസിലാണെങ്കിൽ റാറ്റ് അടിയൊക്കെ കൊണ്ടിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ മറ്റേ കാല് വയ്യാത്ത പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൾക്ക് ആകെ വിഷമം വരുന്നുണ്ട്, കരയുന്നുണ്ട്. അവൾ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അവൾ താങ്ങിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവനെ. പക്ഷെ പറ്റുന്നില്ല, രണ്ടും കൂടി തറയിലേക്ക് വീഴും. അവളുടെ നിസ്സഹായാവസ്ഥ ഓർത്തിട്ട് അവൾക്ക് കരച്ചിൽ വരികയാണ്. അപ്പോൾ റാറ്റ് അവൾ സമാധാനിപ്പിക്കും, കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. അവൾ പറയുന്നുണ്ട്, എനിക്ക് നീ ഇല്ലെങ്കിൽ ആരാ ഉള്ളത് എന്ന് പറഞ്ഞ് കരയുമ്പോൾ അവൻ പറയും, ഏയ് അങ്ങനെയൊന്നും പറയരുത്, നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും. അത് കേൾക്കുമ്പോൾ അവൾ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. ഹൈത്താങ് നേരത്തെ അവന് ഫോൺ ചെയ്തിട്ട് അവൻ എടുത്തില്ലല്ലോ. അപ്പോൾ അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അവൾ എത്ര വിളിച്ചിട്ടും ഡോർ ഓപ്പൺ ആക്കാത്തതുകൊണ്ട് ഡോറിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ പിടിയിൽ ബ്ലഡ് ആയിട്ടിരിക്കുന്നുണ്ട്. അവൾ ആകെ അങ്ങ് പേടിക്കും, അവനെന്തോ പറ്റിയെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കാരണം ഡോറിലിട്ട് അടിച്ച് ഇങ്ങനെ തുറക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ പുറത്ത് പോയേക്കുമായിരുന്നു. അവൻ പുറത്തുനിന്ന് വരുമ്പോൾ ഇവളിങ്ങനെ ഡോറിലിട്ട് അടിച്ച് തങ്ങിയേഷൻ എന്നെ വിളിക്കുന്നതാണ് അവൻ കാണുന്നത്. അവൻ വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നേ, എന്തിനാ ഇത്രയും ബഹളം വെക്കുന്നേ? അവൾ പറയും, ഞാൻ ബില്ലിയാർഡ്സ് പ്ലേസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് എന്തെങ്കിലും പറ്റിക്കാണോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ. പിന്നെ നിൻ്റെ ഡോറിൻ്റെ പിടിയിൽ ബ്ലഡും ഉണ്ടായിരുന്നു. അവൻ പറയും, ഞാൻ ഫുഡ് വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയതാണ്. നിനക്കെന്തെങ്കിലും പറ്റിയോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. കാരണം അവൻ്റെ കാലൊക്കെ അടിച്ച് പൊട്ടിച്ചേക്കാണ്, ബ്ലഡ് വരുന്നുണ്ട്. നിൻ്റെ മെഡിസിൻ ഉണ്ടെങ്കിൽ ഞാൻ വെച്ച് തരാമെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിൽ കയറി അവൻ്റെ കാലിലെ മുറിവിൽ അവൾ മെഡിസിൻ വെച്ച് കൊടുക്കുകയാണ്. അവളുടെ കയ്യിലെ മുറിവ് കണ്ടിട്ട് അവൻ ചോദിക്കും, ഏബോ നിന്നെ അടിച്ചോ? അവളപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, നീ വേറെ ഫൈറ്റിന് പോയോ? അവൻ പറയും, ചെറിയ പ്രശ്നങ്ങൾ. അവൾ ചോദിക്കും, നിനക്കിനി സ്കൂളിലേക്ക് തിരിച്ചു വരണ്ടേ? അവൻ പറയും, ഉറപ്പായിട്ടും എനിക്ക് വരണമെന്നുണ്ട്. അവൻ ചോദിക്കും, ഏബോ നിന്നെ എന്തിനാ അടിച്ചേ? അവളതിന് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. അവനോട് പറയും, കുറച്ച് നാൾ റെസ്റ്റ് ചെയ്യണം, ഈ മുറിവ് നനയാതെ സൂക്ഷിക്കണം, ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവും. അവനത് കഴിഞ്ഞ് അവളുടെ അച്ഛൻ ഗ്യാമ്പിൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവനൊരു സ്റ്റൂൾ എടുത്തിട്ട് അയാൾ ഇരിക്കുന്നതിന് അടുത്ത് വന്നിരിക്കുന്നതാണുണ്ട്. പക്ഷേ കളിക്കുന്നതിനിടയിൽ അയാളതൊന്നും അറിയുന്നില്ല. അവനെല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവളുടെ അച്ഛനെ കുറിച്ച് പറയാണ്, ഇയാൾ മഹാ കള്ളനാണ്, ഒരുപാട് കടവുണ്ട് ഇയാൾക്ക്. അപ്പോൾ അവളുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇവിടെ? നിങ്ങളുടെ ഇന്ന് പൈസ ചോദിക്കാനായിട്ട് വന്നതാ. ബാവു നിങ്ങളുടെ പൈസ അന്വേഷിക്കുന്നുണ്ട്. അയാളുടെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, അയ്യോ, ഈ മാസത്തെ എൻ്റെ പേച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അടയ്ക്കും പൈസ. അവനപ്പോൾ ചോദിക്കും, നിങ്ങൾ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിയില്ലേ? ആ പൈസ മതിയായിരുന്നല്ലോ ഇപ്പോഴത്തെ കട അടയ്ക്കാനായിട്ട്. എൻ്റെ ബ്രദർ എന്നെ പൈസ കളക്ട് ചെയ്യാനായിട്ട് വിട്ടേക്കാണ്. സമയത്തിന് പൈസ കൊണ്ട് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. അത്രയും പറഞ്ഞവൻ പോകാൻ നിൽക്കുമ്പോൾ അയാൾ അവൻ്റെ കൈ പിടിച്ചിട്ട് പറയും, അയ്യോ മോനെ, ആ സ്കൂളിലെ പ്രശ്നം അത് ഞാൻ നിന്നെ ടാർഗറ്റ് ചെയ്തതൊന്നുമല്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് അത്യാവശ്യം പൈസ ജയിച്ചിട്ടൊന്നുമില്ല. പൈസ കൈ കിട്ടുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് അടച്ചോളാം. അവൻ പറയും, ബോ, നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, ഇനി നിങ്ങൾ ഹൈത്താങ്ങിൻ്റെ ദേഹത്ത് കൈവച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങളതിന് വലിയ വില കൊടുക്കേണ്ടി വരും. പിറ്റേന്ന് രാവിലെ ആകും, അവിടെ മഴ പെയ്യുന്നുണ്ട്. അവളാണെങ്കിൽ കുടയം പിടിച്ചിറങ്ങുമ്പോൾ അവൻ അവളുടെ വീട്ടിലേക്ക് വരുന്നതാണ് കാണുന്നത്. വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്താൽ പോരായിരുന്നോ എന്ന് അവൾ ചോദിക്കും അവനോട്. അവൻ പറയും, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് സ്റ്റീം ബണ്ണ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അവൾ പറയും, ഞാനത് കഴിക്കില്ല, നീ വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുക്ക്. അപ്പോൾ അവൻ പറയും, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മരുന്നും വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അവളെ മരുന്ന് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. അവൻ ചോദിക്കും, നീ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇന്നലെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല, പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല. അവൾ എന്നിട്ട് അവനോട് പറയും, ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. ലെറ്ററല്ല, ആക്ച്വലി അതൊരു ലാസ്റ്റ് നോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അത് ആ ബുക്ക് സ്റ്റോറിനടുത്തുള്ള മെയിൽ ബോക്സിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് എടുക്കാനായിട്ട് ചെന്നപ്പോൾ അതവിടെ കാണുന്നില്ല. എനിക്കതെങ്ങനെയും കണ്ടുപിടിച്ച് കീറിക്കളയണം എന്നുണ്ട്. അവൻ പറയും, നിനക്ക് എന്തായാലും അത് വേണ്ട, അപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കേണ്ട ആവശ്യമില്ലല്ലോ.
അവൾ പറയും പക്ഷെ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ലെറ്റേഴ്സ് ഉണ്ട്, എൻ്റേത് മാത്രം അവിടെ കാണാനായിട്ടില്ല. അവൻ പറയും അപ്പോൾ വേറെ ആരെങ്കിലും വന്ന് എടുത്തിട്ടുണ്ടാവും. അവൾ പറയും അതിനൊരു സാധ്യതയും ഇല്ല. ഞാൻ ഓണറിനോട് ചോദിച്ചപ്പോൾ ഓണർ അത് വന്ന് തുറന്നിട്ടില്ല. വേറെ ആരും തുറക്കാനും ചാൻസ് ഇല്ല, കാരണം അതിൻ്റെ കീസ് എൻ്റെ കയ്യിലാണുള്ളത്. എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്. ആ മെയിൽ ബോക്സ് ലോക്ക്ഡ് ആണ്, പക്ഷെ ആരോ വന്ന് എന്തോ ചെയ്യുന്നുണ്ട്. ഞാൻ എഴുതിയിട്ട ലെറ്റർ കാണാനില്ല, പകരം അതെടുത്തിട്ട് വേറെ ആരോ ഒരു ലവ് ലെറ്റർ അവിടെ കൊണ്ട് വെച്ചേക്കുമായിരുന്നു. അവനപ്പോൾ പറയും എന്തായാലും നീ ഇപ്പോൾ സ്കൂളിൽ പോകുമല്ലേ, സ്കൂളിലേക്ക് പോകുന്നുണ്ട്, സ്കൂൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് കണ്ടുപിടിക്കാം. അവരുടെ മിസ്സസ് ഷിന്നെ ചായയുടെ പ്ലേസിലേക്ക് വരികയാണ്. അവിടെ മുഴുവൻ ബാവോടെ ആൾക്കാർ വന്ന് ഇന്നലെ തകർത്ത് കളഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവൾ അതൊക്കെ കണ്ടിട്ട് അതിശയിക്കുകയാണ്. മിസ്സ് ചായയോട് വന്ന് ചോദിക്കുന്നുണ്ട് തങ്ങി യേശൻ എവിടെയാണ്, അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടണം. ചായ പറയുന്നുണ്ട് അവനെ ഞാൻ എന്തായാലും ഇവിടെ പിടിച്ചു നിർത്തില്ല, സ്കൂളിലേക്ക് എന്തായാലും പറഞ്ഞു വിടുന്നുണ്ട്. മിസ്സിന് ഈ ലീച്ച അതോ അങ്ങനെ അറിയാം, എനിക്ക് തോന്നുന്നു അവർ പഴയകാല സുഹൃത്തുക്കളും ഒരുമിച്ച് പഠിച്ചവരുമാണെന്ന് തോന്നുന്നു. ബാക്കി എന്താവുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.